നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും തന്നെ കണ്ടാൽ സൂപ്പർ കുട്ടനും കാര്യങ്ങളും തന്നെയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഇതിലാണ് ഗൈസ് പങ്കരുടെ ടെറർ ഇസ നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പം അത് നിങ്ങൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക ഗൈസ്. റീസെൻ്റ് ചെക്കോട്ടി ഗൈസ്. അപ്പം ആദ്യമേ ചെക്കോട്ടി പോയി ചെക്കോട്ടി ഗൈസ്. അപ്പം ഇത് നമ്മുടെ കൂടെ ഒരു ആളും കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ ആളിനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സൗണ്ട് കേട്ട് പരിചയമുണ്ടെന്ന് നിങ്ങൾ നോക്കുക സുഹൃത്തുക്കളെ. നമ്മൾ താരം ഇപ്പം തന്നെ പോയി കമൻറ്റ് ഇടുക സുഹൃത്തുക്കളെ. പിന്നെ ഒരു ഹായ് കൂടെ അയച്ചാൽ സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ വീട്ടിലേക്ക് കാണാൻ കഴിച്ചു. അപ്പം നമ്മൾ ഇന്നാണ് നമ്മളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് സമാധാനത്തോടെ ഓടിച്ചുകൊണ്ട് പോകണം. നമ്മൾ ചെറുക്കന്മാരിവിടെ വരുന്നുണ്ട്. ചെറുക്കന്മാരെ ഞാൻ വിളിച്ചായിരുന്നു ഗൈസ്. ഓക്കേടാ ഡേയ് മോനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് വാ. ഇവനെ ഇന്ന് വേണേൽ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകാം. നീയല്ലേടാ നിന്നല്ലേ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സെറ്റല്ലടാ ഇന്നലെ കൊണ്ടുകൊണ്ടുവരുന്നടാ. എടാ ഇന്നലെ നിന്റെ മരണമായിരുന്നടാ നിന്നെ കൊണ്ടുപോകണമെങ്കിൽ. മറ്റേ മരിച്ച് എനിക്കൂടെ പോണ്ടേ. അതല്ലേ ഞാൻ പറഞ്ഞ വണ്ടി ഡാമേജായി മാറാ. ഞാൻ കൊണ്ടുപോയി റിപ്പയർ ചെയ്തിട്ട് സോറി പ്ലീസ് മിണ്ടാതിരിക്കൂ പ്ലീസ് ചെറുക്ക. ഈ ചെറുക്കന് ഒരു മിണ്ടാതിരിക്കാനില്ല ഗൈസ്. എപ്പോഴും ഒരുമാതിരി നമ്മളിത് വട്ടടിപ്പിക്കുന്നതാണ് ഗൈസ്. വട്ടെന്ന് പറഞ്ഞാൽ അപാര വട്ടാണ് ഇവൻ ഗൈസ്. ഇവനാ ഇത് ഗൈസ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ആലി അടച്ചിരിക്കുന്നു ഗൈസ്. ഇവൻ കിടന്ന് മേടിക്കുമ്പോൾ ആലി അടച്ചിരിക്കുന്നു. പരിപാടി എടാ പൊട്ട. എടാ ഈ വണ്ടിയാണോ നിനക്ക് നീയാണോ വലുത്? പൊണ്ടി പോശ് ചുമ്മാ കളിക്കൊള്ളു കൊട്ടോ മോനെ. കളിക്കല്ലല്ല കരിക്കല്ല് ഗൈസ്. ഇവൻ കരിക്കല്ലെന്നാണ് ഗൈസ് പറയുന്നത്. ഇവന് നല്ല പ്രൊനൗൺസിയേഷൻ ഇല്ല. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ എടാ പൊട്ടന്മാരെ. ഓക്കെ 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 വണ്ടി കയറട്ട്. ഇവനൊക്കെ റെഡ് ലൈറ്റ് വലിച്ചിട്ട് ഞാൻ പോണു. എൻ്റെ സെറ്റിടല്ലോ. അയ്യോ വണ്ടി പിന്നെ പോടാ. ഓട്ട് ബാക്കുള്ളോ സെറ്റല്ലേ ഗൈസ്. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ് ഗൈസ്. നമ്മളെ മുന്നേ ഇരിക്കുന്ന ചെറുക്കൻ വലിയ ഗുണ്ടയാണ്. ഓ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് കൊല്ലും ഗൈസ്. ഇവൻ ഡാർക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇവൻ എന്നെ കൊല്ലും നിന്നെ കൊല്ലും. അപ്പം നിങ്ങൾ ആണാണോ പെണ്ണാണോന്നും കമൻറ്റ് ചെയ്യുക. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്ന് കമൻറ്റ് ചെയ്യുക. മെയിലാണെങ്കിൽ മെയിൽ എന്ന് കമൻറ്റ് ചെയ്യുക. സെറ്റാണെങ്കിൽ അപ്പം ഓക്കെ ബ്ലൂ കളർ ഒട്ടും കൊള്ളൂല. ഏതായാലും ഗൈസ് ഇവിടെ ആരും ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ആലിന് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല ഇഷ്ടമല്ലാത്തവർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ. ഗൈസ് എന്നെ കൊല്ലം കഴിച്ചാലും ഇപ്പോൾ അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. നമ്മൾ കുറേ നേരം കൊണ്ട് കളർ മാറ്റി. ഇതാണ് എൻ്റെ പ്രാന്ത് ഗൈസ്. ഞാൻ ഇപ്പോൾ കളർ ദിസ് കളർ ഇസ് ബെറ്റർ ഗൈസ്. നമുക്ക് വീട്ടിൽ പോകാനുള്ള ഒരു ചലഞ്ച് മാത്രമേ ഉള്ളൂ. പതുക്കെ വണ്ടി എടുത്താൽ പതുക്കെ നമുക്ക് പോകാം. സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടതാണ്. രക്ഷാപ്രവർത്തകർക്ക് നമ്മളെ ചെറുക്കൻ ഉണ്ടായിരിക്കുക. ഓക്കെ എടാ മോനെ നീ ഒന്നും മിണ്ടായിരിക്കണം കേട്ടോ. അയ്യോ ചമ്മി ഗൈസ്. ഇനി ഒറ്റ പ്രാവശ്യം ഞാൻ റിപ്പയർ ചെയ്യൂ. പിന്നെ ഞാൻ റിപ്പയർ ചെയ്യില്ല. ഇവൻ പറയും ഇവൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ പറയും ഗൈസ്. ഇവ ഭയങ്കര ഇതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്ന ഷോപ്പിലോട്ട് പോകണം പെട്ടെന്ന്. അല്ലെങ്കിൽ ഇവൻ എന്നെ അന്ന് കൊല്ലൂന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ട്. അപ്പം എന്നെ അറിയാവുന്നവർ ലൈക്ക് ചെയ്യുക. എന്നെ അറിയാത്തവർ പോയി വീട്ടിൽ കളാടാ. എന്നൊക്കെ അറിയാത്ത ആരുണ്ടോ ഗൈസ്? ആരെങ്കിലും കല്യാണം അറിയാവോ?
പതുക്കെ പോലെ സൂക്ഷിച്ച് ഇപ്പം തന്നെ പതുക്കെ നമുക്ക് റെഡ് ലൈറ്റൊക്കെ പാലിച്ചൊക്കെ ഇട്ട് പോയാലേ. നമ്മൾ ഇപ്പം നന്മമരമായിരിക്കുകയാണ്. നന്മയുള്ള ലോകമേ കാത്തിരുന്നു. നന്മയുള്ള ലോകമല്ല, കാത്തിരുന്ന ലോകമല്ല. പകടിച്ചാ നന്മയുള്ള ലോകമാണ് കേസ് നമ്മൾ. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തു വെട്ടുന്നത്. സെറ്റല്ലേ? നന്മയുള്ള ലോകമേ. What is that? ഗുണ്ടടിക്കാതിരിക്കുന്നതാ. ഞാനെന്ന് കറൂടാ ഗൈസ്. അയ്യോ വണ്ടി കയറാ, നമുക്ക് പിന്നെ റിപ്പയർ ചെയ്യാൻ പോടാ. ചെറുക്ക കിടന്ന് അലക്കാ മോനെ. ഞാനായിരുന്നു നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ വലിയ ഒരു ചക്കയാണ് ഗൈസ്. ചക്കയാണ് ഗൈസ്. നമ്മൾ ചക്ക നമ്മളെ വിളിക്കുന്ന മധുരം കൊണ്ട് വിളിക്കുന്ന നമ്മളെ ചക്കയെന്നാണ്. മാങ്ങയെന്ന് വിളിക്കാത്ത അലീസ് ഡാർക്കർ ബ്രോ. നന്മയാണ് നമുക്ക്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേ. ഈ വണ്ടി ബ്ലോക്കായിട്ട് ഇതായിരിക്കുകയാണ്. നന്മയുള്ള ലോകമേ. നീ ഇറങ്ങാൻ ആവശ്യമില്ല, പോടാറങ്ങി. ഓക്കെ, ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മളെ വണ്ടി എടുക്കാനിട്ട്. ഓക്കെ, സോ പ്രാക്ടിക്കൽ ഫോർ ഇസ് ദിസ് ഏരിയ. നമുക്കൊരു വീട്ടിൽ കൊണ്ടുപോകണ പണി മാത്രമേ ഉള്ളൂ. ഈ വണ്ടി വീട്ടിൽ കൊണ്ടുപോകണ തന്നെ 1,00,000 സമയം എടുക്കും. എടാ പൊട്ടാ, കയറുന്നെങ്കിൽ കയറാമെന്ന്. ഓക്കെ ഗൈസ്, സമയം വന്ന് വണ്ടി കയറ്റുണ്ട്. നമുക്ക് നേരെ പറപ്പിച്ച് വിടാം ഗൈസ്. പറപ്പിച്ച് വിടുന്നേക്കെ പയ്യെ പോകുന്നത് നല്ലതാണ്. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ് നോക്കണം, നല്ലത് തന്നെ. ഓ എൻ്റെ ഗൈസ്, ഞാൻ ഇതുവരെയായിട്ട് പതുക്കെയാണ് പോയിരിക്കുന്നത്. ഇനി വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ റിപ്പയറിയില്ല. ഈ ടാക്സിക്കാരന്മാരൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. പതുക്കെ അവൾ വണ്ടി സ്മൂത്തായി കൊണ്ടുപോകുന്നുണ്ട്. സെറ്റല്ലേ ഗൈസ്? ഞാനൊരു പ്രൊഫഷണൽ ഈ ബൈക്ക് വന്ന് തന്നെ അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറിസം പുറത്തിറക്കുകയാണ് സുഹൃത്തുക്കളെ. ഗ്രാനിയിൽ എനിക്കൊന്നുമല്ല ഗൈസ്. ഞാൻ ഡോർ എസ്കേപ്പ് വരെ ചെയ്തിട്ടുണ്ട്. ഡോർ എസ്കേപ്പ് പോലും ചെയ്യാത്ത പ്രാക്ടിക്കല്ല. എവിടെ പ്രാക്ടിക്കല് ഗൈസ്? ഞാൻ പ്രാക്ടിക്കലിലൊന്നും ദിസ് ഇസ് GTA San Andreas, നോട്ട് ദിസ് ഇസ് ഗ്രാനി. അപ്പോൾ ഇനി GTA San Andreas ൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. നമ്മളെ സീതയ്ക്ക് ലൈക്കാണ് ഇഷ്ടം, സബ്സ്ക്രൈബാണ് ഇഷ്ടം. എടോ എനിക്കും ഇഷ്ടം സബ്സ്ക്രൈബാണ് കേട്ടോ. എടാ സബ്സ്ക്രൈബാ. ആ നല്ലതാ. ഇടാൻ പോന്നേ. അടിയടാ അടി 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 മോനെ 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 കുറച്ച് പോ. യു വണ്ടി ഡാമേജ് ആയടാ പെട്ട്. നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾക്ക് ഒരു റിപ്പയർ ഷോപ്പ് കാണുന്നതാണ്. എടാ അവന്മാർ ചുമ്മാ എന്തിനാണ് പോയി തോണ്ടാൻ പോണം? പട്ടുണ്ടോ? എടാ ഇവിടെ ആയിട്ട് ഒരു റിപ്പയർ ഷോപ്പ് കാണേണ്ടതാണ്. റിപ്പയർ ഷോപ്പ് പ്ലീസ്. ബൈ ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു റിപ്പയർ ഷോപ്പ് അല്ല ഗൈസ്. ഇനി പിന്നെയും നമ്മൾ പോയി റിപ്പയർ ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. പറ്റുമെങ്കിൽ ചെയ്യാം. എനിക്കിപ്പോൾ പറ്റുമെന്ന് എനിക്ക് അത്ര ഒന്നും വിശ്വാസമില്ല സുഹൃത്തുക്കളെ. വലിയ ഇതാണെന്നും പറഞ്ഞിട്ട് പോസ്റ്റും എല്ലാം തള്ളിയിട്ട് ഇതാക്കിയിട്ടാണ് അല്ലേ ഓടിച്ചോണു ഗൈസ്. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. അത് കമൻറ്റ് ചെയ്യുക. സെറ്റഡ്. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയുണ്ട്. മാറ.
വെടിക്കുന്നുണ്ടാ ചെറുക്കൻ. യോ സ്ഥലത്തി ടാൻഡറൊക്കെ. പിന്നെ അവളൊക്കെ ഭാഗ്യമുള്ളവരാണ്, ഒക്കെ സ്വർഗത്തിൽ പോകണം. ഞാൻ വീട്ടിൽ പോയിട്ടെ. നമ്മൾ സ്ഥലത്തെത്തി. തുറക്കുന്നില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത റിപ്പയർ ഷോപ്പിൽ പോവാം. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള റിപ്പയർ ഷോപ്പിൽ നമുക്ക് പോവാം. ഇനിയിപ്പം നമുക്ക് വീടിൻ അടുത്തുള്ള റിപ്പയർ ഷോപ്പിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ജാസ്മിനാ? ഓ ജാസ്മിൻ, നീ ഗ്രൂപ്പ് അല്ലേടാ? എന്തായാലും ഈ വണ്ടി പൊട്ടിക്കാതെ നമ്മൾ അവിടെ എത്തിക്കണം. ഞാൻ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല, എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കൊള്ളാത്ത ഒരു കളറടിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കളർ ഈ കളറാണെങ്കിൽ ഓക്കെ വണ്ടി അടിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ? ഓ കറക്റ്റ് കിടിലൻ കളർ. എല്ലാവരും സൂക്ഷ്മതയോടെ ഓടിക്കേണ്ടതല്ല. പൊട്ട ബല്ലാസിൻ്റെ ഗാങ് എന്നൊക്കെ ഞാൻ പിന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെ തീർക്കുന്നതിൻ്റെ ഒരു ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്നാലും വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ എണീറ്റ് വരാം. രാവിലെ ആകുമ്പോൾ എണീറ്റ് നമുക്കൊരു സൈക്കിൾ റൈഡിന് പോയി ജിമ്മിന് പോയി കുറേ നേരം എടുക്കും ഗൈസ്. നമുക്ക് എന്തായാലും പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മളിവിടെ വണ്ടി ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ടുവന്നാണ്. പിന്നെ റിപ്പയർ ഇട്ട് വരാം. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പം നമ്മളെ ഇനി ഇവൻ്റെ ജീവിതമാണ് ഗൈസ് നമ്മൾ കാണിക്കാനായിട്ട് പോകണം. ഇതേ കണക്ക് എടാ ചെറുക്ക ഇറങ്ങി വേടാ. വാ ഓക്കെ അടക്കി വസീതേ. നമ്മളെ സീരിയലെ ലൈഫാണ് ഗൈസ് ഇത്രയും നേരം കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇനി നാളെ രാവിലെ എണീറ്റ് ജിമ്മിൽ പോകണം. പിന്നെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. നാളെ രാവിലെ എണീറ്റ് ജിമ്മിൽ പോകണം. അതാണ് ഗൈസ് പരിപാടി എടുത്തത്. ആഴ്ച ഡാർക്ക് പരിപാടിയാണ്. എന്തായാലും കിടന്നുറങ്ങിയിട്ട് വരാം ഗൈസ്. നമ്മളായിരുന്ന രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മളെ ചെറുക്കോടെ ഉണ്ട്. എന്തൊക്കെയുണ്ട്? പിന്നെ രാവിലെ വരെ കിടന്നൊക്കെ ഉറങ്ങിയില്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്കെന്തായാലും ഇനി പോയി ജിമ്മിൽ പോകും ഗൈസ്. നമ്മളെ വണ്ടി ഇവിടെ റെഡിയാണ്. ചെറുക്കനും ജിമ്മിലൊക്കെ വരും. പക്ഷേ ഇവന് ജിമ്മിൽ പോകണ്ടെന്നാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഇവനെ വിടണ്ട ഗൈസ്. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കിട്ട് അവിടെ വെളിയിക്കാന്നാണ് പറഞ്ഞത്. കുറച്ച് നേരമല്ലേ ഞാൻ ജിമ്മിരിക്കും. എനിക്ക് കുറച്ച് നേരം ജിമ്മ് മതി. അപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ ജിമ്മിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിയിലുള്ള തട്ടിയ മോനെ എൻ്റെ അന്ത്യമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ ഗ്രോസ് തീറ്റുകാരൻ തന്നെയാണ് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ജിമ്മിൽ പോകാം. ഇവനിവിടെ നിൽക്കും ഗൈസ് എന്തായാലും. അപ്പം ഞാനിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജിമ്മിലോട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവൻ്റെ അടുത്ത് ഒന്നും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവൻ നമ്മളെ കേറ്റുമോ കേട്ടോ ഗൈസ്? കയറ്റി എനിക്ക് ബസ്സിലോട്ട് ഗൈസ്. അപ്പം എൻ്റെ പൊന്നു മോളെ ഇവരെന്തിനാ എൻ്റെ പൊന്നു മോളെന്നൊക്കെ. ഞാൻ അവനെ നല്ലോണമൊന്നും ഇടിക്കുന്നില്ലല്ലോ. ഞാൻ നല്ലോണമൊന്നും ഇടിക്കുന്നില്ല. സത്യമായിട്ട് ഞാൻ നല്ലോണമൊന്നും ഇടിക്കുന്നില്ല ഗൈസ്. ഇവനൊക്കെ എന്തുവാ ഗൈസ്? ഇവനെന്തുവാ പരിപാടി ഗൈസ്? ഇവനെ ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കുറേ സമയമായി ഗൈസ് ചുമ്മാ നമ്മൾ കാർ റിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള റൺ അറ്റാക്കോ. ഓ
ഗ്രൗണ്ട് അറ്റാക്ക് പ്രസിങ് അങ്ങനെ കോംബോ അറ്റാക്ക് ടാപ്പ് റിപ്പീലിറ്ററി ഓക്കെ താങ്ക് യു ഫോർ ദിസ് ലേണിംഗ് ആകെ നമുക്ക് എന്തായാലും ഇവിടെ ജിമ്മ് ഡമ്പലൊക്കെ എടുക്കാം എന്തായാലും ഇതൊരു ബോറിങ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സീജയുടെ കാർ നമ്മൾ നല്ലോണം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചുമ്മാ നമുക്ക് റിപ്പയർ ചെയ്തുകൊണ്ട് സീജയുടെ ഒരു ഗതികേടല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും നാളെ തന്നെ ഒരു കിടിലം വീഡിയോ ഒക്കെ ചെയ്യാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഏതൊരു വീഡിയോ ലവ് ഗൈസ് ബൈ ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ വീഡിയോ ലവ് ബൈ